എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് യാത്രകൾ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുമുണ്ട്. യാത്രകൾ നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? അതുപോലെ നമ്മുടെ പാർട്ട്ണറോടൊപ്പം, നമ്മുടെ മക്കളോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാനാവും. നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. നമ്മുടെ സഹപ്രവർത്തകരോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വൈബാണ് നമുക്ക് നൽകുക, അല്ലെ? ഓരോരുത്തരുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴും ഒരു വ്യത്യസ്തമായിട്ടുള്ള സന്തോഷം, വ്യത്യസ്തമായിട്ടുള്ള ഒരു സംതൃപ്തി, ഒരു സുഖം നമുക്ക് ലഭിക്കാറുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് ഇതിന്റെയൊക്കെ ആകത്തുക എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു സംതൃപ്തി തന്നെയാണ്. ഒരു പോസിറ്റീവ്, ഒരു എനർജി നമുക്ക് കിട്ടുന്നു, മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവുന്നു. ഇതൊക്കെയാണ് ഏതൊരു യാത്രയും നമുക്ക് തരുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏത് യാത്രയും നമുക്ക് ആസ്വദിക്കാനാവും, അല്ലെ? എന്നാൽ പല ആളുകളും യാത്രകളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ എത്തിയതിനു ശേഷം പറയുന്നത് കേട്ടിട്ടില്ലേ, വിചാരിച്ചതുപോലെ നമുക്ക് യാത്രകൾ ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല എന്ന്. എന്തുകൊണ്ടാണ് യാത്രകൾ ആസ്വദിക്കാൻ പറ്റാതെ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതിന്റെ അടിസ്ഥാനപരമായ കാര്യം വേറൊന്നുമല്ല, മികച്ച തയ്യാറെടുപ്പുകൾ ആ യാത്രയ്ക്ക് മുമ്പ് നിങ്ങൾക്കുണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഒരു യാത്ര തുടങ്ങുന്നതിന് മുമ്പും യാത്ര തുടങ്ങിക്കഴിഞ്ഞാലും യാത്രയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ജീവിതത്തിൽ കുറെ യാത്രകൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള യാത്രയാണെങ്കിലും ആ യാത്ര ചെയ്യുമ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും. ഞാൻ പറയുന്ന ഓരോ പോയിന്റ്സും നിങ്ങളൊരു പേപ്പറിലോ ഒരു ഡയറിയിലോ ഒരു ബുക്സിലോ നിങ്ങൾ എഴുതി വെക്കുക. പിന്നീട് നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കാരണം എന്റെ ജീവിതത്തിൽ ഇതുവരെ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളാണ്, യാത്രകൾ എന്നെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ട്, കുടുംബാംഗങ്ങളോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട്, സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട്, ജോലി ചെയ്യുമ്പോൾ സഹപ്രവർത്തകരോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നിട്ടുള്ള എക്സ്പീരിയൻസ് അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വലിച്ചു നീട്ടുന്നില്ല, ഞാൻ ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. നമ്മളൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എത്ര ദിവസമാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തത ഉണ്ടായിരിക്കണം. രണ്ടു തരത്തിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഒന്ന്, വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാം. അതല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്ത് 2 ദിവസമോ 3 ദിവസമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് വൺ ഡേ ട്രിപ്പിന് പ്രത്യേകിച്ച് പ്ലാനിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തീരുമാനിക്കാം, പെട്ടെന്ന് പോവാം. ഞാൻ അങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്ത ഒരാളാണ്. ഈ വർക്കിന്റെ തിരക്കുകൾക്കിടയിൽ പെട്ടെന്ന് ഒരു പക്ഷേ രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും തീരുമാനിക്കുക നമ്മള് നാളെ രാവിലെ എവിടെയെങ്കിലും വിട്ടാലോ. അങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നു, ഒരു അരമണിക്കൂർ കൊണ്ട് ഫ്രഷ് ആകുന്നു, നമ്മൾ വണ്ടി കയറി എവിടെയെങ്കിലും പോകുന്നു. എവിടേക്കാണ് പോകുന്നത് എന്നത് പോലും ഒരുപക്ഷെ വണ്ടിയിൽ നിന്നാണ് നമ്മൾ തീരുമാനിക്കുക. പക്ഷെ അതിന് ഒരു വല്ലാതൊരു വൈബ്, ഒരു സന്തോഷമുണ്ട് കേട്ടോ. നമ്മള് വിചാരിക്കുന്നതിനേക്കാൾ വലിയ ഭംഗി അങ്ങനെ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനത്തിൽ നിന്നുണ്ടാകുന്ന യാത്രകൾക്കുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള യാത്രകൾ പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യാന്നുള്ളതാണ്. എവിടെയെങ്കിലും പോവുക, ഒരു സ്പോട്ടിൽ പോവുക, അവിടെ നല്ലൊരു ഭക്ഷണമൊക്കെ കഴിക്കുക, പ്രകൃതിയോട് ഇണങ്ങി ഒരിത്തിരി സമയം ടൈം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മളൊന്ന് പുറത്തു പോയി ഒന്ന് എൻജോയ് ചെയ്ത് മനസ്സിലേക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് വൈകുന്നേരമാകുമ്പോൾ തിരിച്ചു വരിക എന്നുള്ളതാണ് വൺ ഡേ ട്രിപ്പ്. അതിനെ പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങിന്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലപ്പുറം ഒന്നിൽ കൂടുതൽ 2ഓ അതിലധികമോ ദിവസം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് തയ്യാറെടുപ്പുകൾ ആവശ്യമുണ്ട്. അപ്പോൾ എത്ര ദിവസമാണ് നമ്മൾ യാത്രകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നല്ല ബോധ്യത്തോടു കൂടി ആദ്യമേ തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നമ്മൾ ഏത് ദിവസമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ പലപ്പോഴും ഒരു യാത്ര തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴാണ് പോകാറുള്ളത്? ഒരു അവധി ദിവസം കിട്ടുമോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കും, അല്ലെ? ശനിയും ഞായറും നമുക്ക് പോകാൻ പറയും. കുട്ടികൾക്കെങ്കിൽ അവധിയല്ലേ, നമുക്കും അവധിയാണ് എന്നൊക്കെ പറഞ്ഞ് അവധി ദിവസങ്ങൾ തിരഞ്ഞെടുത്ത് യാത്ര ചെയ്യുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. എന്നാൽ എന്തിനാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് നല്ല ധാരണ നമുക്ക് ഉണ്ടാവണം. എന്തിനാണ് യാത്ര ചെയ്യുന്നത്? നമ്മുടെ മനസ്സിന്റെ ജീവിതത്തെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ എല്ലാ ഒരു ഭംഗിയും അനുഭവിക്കാനുള്ളതാണ്. അത് മനസ്സിലേക്ക് നുകരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോ അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യം അവിടെ ഉണ്ടാവണം. അവധിയുള്ള ദിവസങ്ങളിലും അവധി ഇല്ലാത്ത ദിവസങ്ങളിലും യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ. ഇത് രണ്ടും എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളോട് പറയാണ്, നിങ്ങള്
ഒരു എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്തുകൊണ്ട് നിങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവധി ദിവസങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പ്ലാൻ ചെയ്യരുത്. അവധിയില്ലാതെ വർക്കിംഗ് ഡേയ്സ് നിങ്ങൾ യാത്രകൾക്ക് വേണ്ടി മാറ്റിവെക്കുക. ലീവ് എടുത്തോ, ജീവിതത്തിൽ ഇത് നഷ്ടമാവില്ല. 2 ദിവസത്തെ ശമ്പളം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ വരുമാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പരാതി പറയാതിരിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമല്ല. ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ ഒരു ദിവസത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പോകുന്നത്. മനസ്സിനെ കംപ്ലീറ്റ്ലി ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ജീവിതത്തിന് ഒരു പുതിയൊരു ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അവധി ദിവസങ്ങളെല്ലാം അവധി എടുത്തുകൊണ്ട് നിങ്ങൾ അവധിയില്ലാത്ത ദിവസങ്ങൾ നിങ്ങൾ യാത്രകൾക്ക് വേണ്ടി മാറ്റിവെക്കുക. എന്തുകൊണ്ടാണെന്നറിയാം? അതിന്റെ ഒരുപാട് കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. തിരക്കുള്ള സമയങ്ങളിൽ, അതായത് അവധിയുള്ള ദിവസങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ട്രാഫിക് ബ്ലോക്ക് നല്ല രീതിയിലുണ്ടാകും. ഒരു സ്പോട്ടിലേക്ക് എത്തുന്നതിന് 2 കിലോമീറ്റർ മുമ്പ് തുടങ്ങും ബ്ലോക്ക്. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് നഷ്ടമാണ്. നിങ്ങൾ വിചാരിച്ച രീതിയിൽ ഒരു സ്പോട്ടും നിങ്ങൾക്ക് കണ്ടു തീർക്കാനാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. 2, പാർക്കിംഗ് നിങ്ങൾക്ക് പ്രോപ്പറായി കിട്ടില്ല. 3, നിങ്ങൾക്ക് റൂമിന്റെ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. കുട്ടികളോടൊപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ അവരെ കൈകാര്യം ചെയ്യാനാവില്ല. ഈ തിരക്കിനിടയിൽ കുട്ടികളെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് ആ യാത്ര നിങ്ങൾക്ക് ആസ്വദിക്കാനേ പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ നിങ്ങൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ എൻട്രി പാസ് ഉണ്ടാവും. 20 രൂപയുടെ 30 രൂപയുടെ 40 രൂപയുടെ ഒരു പാസ് എടുക്കണം ഓരോരുത്തരും. കുട്ടികൾക്ക് അതിന്റെ പകുതി ആവശ്യമുണ്ടാവും പലപ്പോഴും. ഇതിനു വേണ്ടിയിട്ട് വലിയ ക്യൂ നമ്മൾ നിൽക്കേണ്ടി വരും. എത്ര സമയമാണ് നമുക്ക് നഷ്ടമാകുന്നത്. അതുപോലെ നിങ്ങൾക്ക് മികച്ച നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റില്ല. യാത്രകൾ പോകുമ്പോൾ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നില്ലേ അവിടെ നിന്നുകൊണ്ട് മനോഹരമായിട്ടുള്ളൊരു ഫോട്ടോ ഒന്നെടുക്കണമെന്ന്? തിരക്കുകൾക്കിടയിൽ നിങ്ങൾക്ക് നല്ലൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഈ തിരക്കുള്ള സമയത്ത് ഒരു സ്ഥലത്ത് പോകുമ്പോൾ. ഇത്രയും പണമൊക്കെ മുടക്കിയിട്ട് നമ്മളൊരു സ്പോട്ടിൽ ഒരു സ്ഥലം കാണാൻ പോവാം. അത് നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നഷ്ടമാണ്. അതുകൊണ്ട് 2 ദിവസമോ 3 ദിവസമോ നിങ്ങൾ ലീവ് എടുക്കുക. എന്നിട്ട് തിരക്കൊന്നുമില്ലാത്ത സമയം ആ നാടിന്റെ ആ സ്പോട്ടിന്റെ എല്ലാ ഭംഗിയും നുകർന്നുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റണം. തിരക്കില്ലാത്ത സമയങ്ങളിൽ പോയാലുള്ള ഗുണം എന്താ പറയുക? ചില വ്യൂ പോയിന്റുകളൊക്കെ നല്ല ഉയരത്തിൽ അങ്ങ് നമ്മുടെ മുകളിലൊക്കെ പോയി നിൽക്കാൻ പറ്റും. ഞാനൊക്കെ ചെയ്യാറില്ല. എന്താണെന്ന് അറിയാം, ഞാൻ കെറ്റലില് നല്ല ചൂട് ചായയൊക്കെ കൊണ്ട് മേലെ കൊണ്ടുപോകും. ചിലപ്പോൾ രാവിലെയൊക്കെ ആയിരിക്കും നമ്മൾ ആ സ്പോട്ടിൽ എത്തുക. എന്നിട്ട് ഡിസ്പോസബിൾ ഗ്ലാസ് ഉണ്ടാവും, അതില് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് ആ ഒരു വൈബില് രാവിലെ ആ ഉയരമുള്ള ആ ഒരു എന്താ പറയാ കോട മഞ്ഞൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് കുറച്ച് സമയം ഇരിക്കാൻ കിട്ടിയാണല്ലോ, അതിനേക്കാൾ വലിയ സുഖമില്ലെന്നേ. ഈ ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത് ആ നിമിഷങ്ങളിലൂടെയൊക്കെയാണ് പലപ്പോഴും കടന്നു പോവുക എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ നിങ്ങളോട് പറയാനുള്ളത്, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ആഘോഷിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ തിരക്കുള്ള സമയത്ത് ലീവൊന്നും ഇല്ലാത്തൊരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന് ഒരു ചടങ്ങ് പോലെ ഒരു യാത്രകളെയും കാണാതിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ജീവിതത്തിന്റെ ഒരു നിറക്കൂട്ടുകളാക്കിയിട്ട് രേഖപ്പെടുത്താൻ പറ്റണം. ഇല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് നിൽക്കാൻ പാടില്ല നമ്മൾ. അതുകൊണ്ട് അവധി ദിവസം നിങ്ങൾ പോവാതിരിക്കുക, ലീവൊക്കെ എടുത്തിട്ട് നിങ്ങൾ യാത്രകൾ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ള, എന്റെ അനുഭവത്തിൽ നിന്ന് പറയാനുള്ള ഏറ്റവും വലിയ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളോട് പറയാനുള്ള 3ാമത്തെ കാര്യം, നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്നതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം. കാരണം എത്ര ദിവസമാണ് എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുത്തു, അതുപോലെ തന്നെ ഏത് ദിവസമാണ് എന്ന് തിരഞ്ഞെടുത്തു, ഇനി എവിടെ പോകണം എന്നുള്ളതാണ്. 3 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തെങ്കിൽ അതിന് പറ്റിയ ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ഓരോ സമയത്തും അതിന് പറ്റിയ സ്ഥലങ്ങളുണ്ട്. എല്ലാ സമയവും എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് പോകാൻ പറ്റില്ല അല്ല. അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ മറ്റ് പല സാഹചര്യങ്ങൾ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക, ഒരു സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് ഈ എപ്പോഴാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ എത്ര ദിവസമാണ് പോകുന്നത്, അവിടുത്തെ ക്ലൈമാറ്റ്, നിലവിലുള്ള കാലാവസ്ഥ എങ്ങനെയാണ്, സാഹചര്യങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മൾ ഒരു സ്ഥലം തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ അത് മികച്ച രീതിയിൽ ആ സ്ഥലം നമുക്ക് ആസ്വദിക്കാൻ പറ്റും, പോയിട്ട് നല്ല ഒരു ഓർമ്മയായിട്ട് അത് മാറ്റാൻ നമുക്ക് സാധിക്കും. അപ്പോൾ 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, എവിടെയാണ് നമ്മൾ പോകേണ്ടത് എന്നത് കൃത്യമായി തീരുമാനിക്കുക എന്നുള്ളതാണ്. ഇനി 4ാമത് പറയാനുള്ളത്, നമ്മൾ എവിടെയാണോ പോകുന്നത് അതിന്റെ റൂട്ട് മാപ്പ് കൃത്യമായിരിക്കണം. അതായത് നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മൾ എവിടെയാണ് പോകുന്നത്, അതിനിടയിൽ നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ തയ്യാറാക്കിയിരിക്കണം. ഒരുപക്ഷെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഒരു സ്പോട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അതിനിടയിൽ പല സ്ഥലങ്ങളും ഉണ്ടാവും. അപ്പൊ അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് പല കാര്യങ്ങൾ, ഒരുപക്ഷെ ഒരു ബോട്ട് യാത്ര നടത്താൻ പറ്റിയ ഒരു സ്ഥലം നമുക്ക് കിട്ടി. അപ്പൊ ബോട്ട് യാത്ര നടത്തുന്നുണ്ടെങ്കിൽ
അതിന്റെ സമയം കൂടി നമ്മൾ കണ്ടെത്തണം. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഈ യാത്ര പ്ലാൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ സമയത്തെ ഓർഗനൈസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ഒരു റൂട്ട് മാപ്പും അതുപോലെ തന്നെ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ചാർട്ടും ആ യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ തയ്യാറാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ പറ്റുന്നതും ഓരോ സ്പോട്ടിലും എത്ര സമയം സ്പെൻഡ് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ച് അത് കൃത്യമായി ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കും. അപ്പൊ അതാണ് നാലാമത്തെ കാര്യം, റൂട്ട് മാപ്പ് തയ്യാറാക്കുക. അതുപോലെ തന്നെ നമ്മൾ പോകാനുള്ള എല്ലാ സ്ഥലങ്ങളെ കുറിച്ചും ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, ഒരുപാട് സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സാധനങ്ങൾ അല്ലെ, സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, ഫോൺ ചാർജർ, അങ്ങനെ അതും ഇതൊക്കെ ആയിട്ട് ഒരു 10-100 സാധനങ്ങൾ ഉണ്ടാവും പല ആളുകൾക്കും. മേക്കപ്പ് സെറ്റ്, മറ്റേത് മറിച്ചതൊക്കെ ആയിട്ട് അല്ലെ. ഏതായാലും ഞാൻ അതിന്റെ ഒരു ചാർട്ടായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അതിന് പകരം ഈ അഞ്ചാമത്തെ പോയിന്റ് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കംപ്ലീറ്റ് എഴുതി തയ്യാറാക്കാം. നിങ്ങൾ എപ്പോഴെങ്കിലും യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഈ പോയിന്റുകൾ മാത്രം നോക്കിയിട്ട് നിങ്ങൾ ബാഗിൽ ഈ സാധനങ്ങൾ എടുത്തു വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു സാധനവും മിസ് ആവാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യാത്രകളിൽ പോകാൻ പറ്റും. ഓരോ സാധനങ്ങളും പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് കുറെ സമയം വേണം. അതിനേക്കാൾ നല്ലതും ഒരുപക്ഷെ അതിന് സമയം ഉണ്ടാവില്ല, നിങ്ങൾക്ക് അത് എഴുതി വെക്കാനും പറ്റില്ല. അതിനേക്കാൾ നല്ല എളുപ്പമുള്ള മാർഗം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അത് എപ്പോൾ വേണമെങ്കിലും നോക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന യാത്രയിൽ നമ്മൾ എപ്പോഴും കരുതേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഞാനിപ്പോ പറഞ്ഞതുപോലെ സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, അങ്ങനെ തുടങ്ങി A to Z കാര്യങ്ങൾ, അത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും പ്രായമായവർക്കാണെങ്കിലും ഒക്കെ നമ്മൾ കരുതേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ, ഈ അഞ്ചാമത്തെ പോയിന്റ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. നിങ്ങളത് പരിശോധിച്ചിട്ട് നിങ്ങളുടെ യാത്രയിൽ അത് ഉപകാരപ്പെടുന്ന രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുക. അതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത് പറയാനുള്ളത് നമ്മൾ റൂമുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ തിരക്കൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ നിങ്ങൾ പോയിട്ട് റൂം എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. എന്നാൽ തിരക്കുള്ള സമയത്താണെങ്കിൽ നമ്മൾ ആദ്യമേ ബുക്ക് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മളൊരു റൂം ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിപ്പോ ഒരു ഉദാഹരണം പറയാം. ഞാൻ പോയ ഒരു കാര്യമാണ് പറയുന്നത്. കുറച്ച് മുമ്പ് പോയ നമ്മൾ ഊട്ടിയിൽ പോയപ്പോ പിറ്റേ ദിവസം പോകാൻ ആഗ്രഹിച്ചത് കോടനാട് എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റിലേക്കാണ്. കുറേ ദൂരമുണ്ട്, ഒരു 10-25 കിലോമീറ്റർ മറ്റോ ആണെന്നോ അതിൽ കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്രയും കിലോമീറ്റർ പിറ്റേ ദിവസം യാത്ര ചെയ്തിട്ട് അവിടെ എത്തുമ്പോഴേക്കും ഒരു സമയമാവും. ആ രാവിലത്തെ വൈബ് നമുക്ക് കിട്ടില്ല. ഇപ്പൊ ഞാൻ ചെയ്തത് ഊട്ടിയിലുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും രാത്രി എന്ത് ചെയ്തു, രാത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മണിക്ക് പരിപാടിയൊക്കെ നിർത്തിയിട്ട് കോടനാട് ആ റൂട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, യാത്ര ചെയ്തു. ഒരുപാട് ദൂരം അങ്ങോട്ടേക്ക് അടുപ്പിച്ചതിന് ശേഷം അവിടെ ഒരു റൂം എടുത്ത് പിറ്റേ ദിവസം രാവിലെ കോടനാടേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഒരു മണിക്കൂറിനുള്ളിൽ കോടനാട് എത്താൻ പറ്റും. കാരണം ആ റൂട്ടിനിടയിലാണ് നമ്മൾ എന്ത് ചെയ്തത്, റൂം എടുത്തത്. അതിന് പകരം ഞാൻ ഊട്ടിയിലാണ് അന്നത്തെ ദിവസം റൂം എടുത്തതെങ്കിൽ വിചാരിച്ചതുപോലെ നമുക്ക് ആ സ്പോട്ടിലേക്ക് വിചാരിച്ച സമയത്ത് എത്താൻ പറ്റില്ല. ആ രാവിലത്തെ ഒരു വൈബ് കംപ്ലീറ്റ് കോടമഞ്ഞൊക്കെ ആയിട്ടുള്ള ആ റൂട്ട് തന്നെ അതിമനോഹരവുമാണ്. പലപ്പോഴും പല ആളുകളും ഊട്ടിയിൽ പോയ ആളുകൾ പോകാത്ത ഒരു സ്ഥലമാണ്. നിങ്ങൾ ഊട്ടിയിൽ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം കൂടി ഓർമ്മയിൽ വെച്ചോ. കോടനാട് എന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കൂടി അവിടെയുണ്ട്, ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നിങ്ങൾക്ക് ആ യാത്ര നഷ്ടമാവില്ല, ആ റൂട്ടും മനോഹരമാണ്. അപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നത്, നിങ്ങളൊരു സ്ഥലത്ത് പോയി പിറ്റേ ദിവസം എവിടെയാണോ നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് എത്ര കിലോമീറ്റർ ഉണ്ട്, അടുത്താണെങ്കിൽ കുഴപ്പമില്ല, ഒരുപാട് ദൂരെ ഉണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ യാത്ര ചെയ്ത് അതിനടുത്തായിട്ട് ഒരു 10-15 കിലോമീറ്റർ അടുത്തെങ്കിലും നിങ്ങൾക്ക് റൂം എടുക്കാൻ പറ്റിയാൽ പിറ്റേ ദിവസം ആ സ്പോട്ടിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റും. റൂം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അതുപോലെ തന്നെ നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലത്. ഇനി തിരക്കൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ടെൻഷന്റെ ആവശ്യമില്ല, റൂം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതാണ് ആറാമത്തെ കാര്യം. ഇനി പറയാനുള്ള ഏഴാമത്തെ കാര്യം ഭക്ഷണത്തെ കുറിച്ചും മെഡിസിനെ കുറിച്ചുമാണ്. നമ്മുടെ പ്രായമായ ആളുകളുണ്ട്, കുട്ടികളുണ്ട്. അപ്പോ നമ്മുടെ നാടായിരിക്കില്ല അല്ലെ, കേരളത്തിന് പുറത്തൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭക്ഷണമാണ് നമുക്ക് കിട്ടുക. വിചാരിച്ചതുപോലെ നമ്മുടെ വയറിന് അത് പിടിക്കണമെന്നില്ല. അതുകൊണ്ട് ഭക്ഷണ കാര്യത്തിൽ നല്ല ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം.
പറ്റുമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നല്ല വെജിറ്റബിൾസ് കിട്ടുമെങ്കിൽ, വെജിറ്റബിൾ ഫുഡ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. പലപ്പോഴും അത് തന്നെ നല്ല രീതിയിൽ കിട്ടും. പനീറോ മഷ്റൂം അതൊക്കെയാണ് ഞാൻ പലപ്പോഴും കഴിക്കാറുള്ളത്. മറിച്ച് നോൺ ഐറ്റംസ്, മസാല കൂടിയ സംഭവങ്ങൾ പലപ്പോഴും കഴിക്കാറില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഇതൊക്കെ കഴിച്ചിട്ട് നമ്മുടെ വയറ് കേടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആ യാത്ര ഒരു തരത്തിലും ആസ്വദിക്കാൻ പറ്റില്ല. അത് കുട്ടികൾക്കാണെങ്കിലും ശരി, നിങ്ങൾക്കാണെങ്കിലും ശരി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ആ യാത്ര പോയി. അത് നിങ്ങൾക്ക് നഷ്ടക്കച്ചവടമാണ്. അതുകൊണ്ട് നമ്മുടെ ഹെൽത്ത് നോക്കിയിട്ടായിരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. അതും ഇതൊക്കെ വാരി വലിച്ച് കഴിച്ചാൽ യാത്ര ആകെ അനുകൂലമാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മെഡിസിൻ നമ്മൾ കരുതുക. കാലാവസ്ഥ ചേഞ്ച് ആവും. മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോൾ കുട്ടികളുണ്ടാവും, പ്രായമുള്ള ആളുകളുണ്ടാവും. അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻ നമ്മൾ കരുതുക. സ്ഥിരമായിട്ട് കഴിക്കുന്ന മെഡിസിൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതും കരുതി വെക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ കാര്യം. ഇനി പറയാനുള്ള എട്ടാമത്തെ കാര്യം പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ബഡ്ജറ്റ് അത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യുകയും അതിനനുസരിച്ചിട്ട് അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ കുടുംബാംഗങ്ങളോടൊപ്പം ഒരു 3-4 ഫാമിലി ഒന്നിച്ചാണ് പോകുന്നതെങ്കിൽ നമ്മൾ ആദ്യമേ ഏകദേശം ഇത്ര ആകുമെന്നൊരു ബഡ്ജറ്റ് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് 4 ഫാമിലി ഉണ്ടെങ്കിൽ ഒരു 10,000 രൂപയാണ് ഒരാളുടെ ഒരു ചെലവ് വരുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ആദ്യമേ 10,000 രൂപ എടുത്ത് 40,000 രൂപയുടെ ബഡ്ജറ്റ് എന്ന രീതിയിൽ ഏതെങ്കിലും ഒരാള് അത് ഏറ്റെടുക്കുക. 1-2 ആൾ ഏറ്റെടുത്താൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ആ ഒരാള് അത് മുഴുവൻ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ഹോട്ടലിലേക്ക് പോകുമ്പോൾ എല്ലാവരും ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കുക. ഈ കഴിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ കൺഫ്യൂഷൻ ലാസ്റ്റ് ഇത് ആര് കൊടുക്കും എന്ന കൺഫ്യൂഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ യാത്ര മൊത്തം അലങ്കോലമായിരിക്കും. ഒരു സുഖം കിട്ടില്ല. അതിനേക്കാൾ നല്ലത് ആരെങ്കിലും ഒരാള് ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഒരാൾ പേ ചെയ്യുക എന്നുള്ളതാണ്. ഈ 40,000 രൂപ തീരുന്ന സമയത്ത് നമ്മൾ പിന്നീട് ആലോചിച്ചാൽ മതി ബാക്കിയുള്ള എമൗണ്ടിനെ കുറിച്ച്. ബാക്കി എല്ലാ എക്സ്പെൻസും ഒരാളെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു എൻട്രി പാസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും, ഇത് ആരെടുക്കണം എന്നൊരു കൺഫ്യൂഷൻ. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഒരാള് ബഡ്ജറ്റ് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതിനിടയിൽ നമ്മുടെ മക്കൾക്കോ മറ്റ് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. അതിലപ്പുറം നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിന്റെ ബില്ലൊക്കെ ഒരാൾ പേ ചെയ്യുക. അതിൽ നമ്മൾ ചില അഡ്ജസ്റ്റ്മെന്റുകളും അതുപോലെ തന്നെ കുറച്ച് വിശാലമായ മനസ്കതയൊക്കെ ആവശ്യമുണ്ട്. എന്ത് ഭക്ഷണവും കഴിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് കൊടുക്കുക. കാരണം മക്കളുണ്ടാവും, മുതിർന്ന ആളുകളുണ്ടാവും. അത് ഇന്ന ഭക്ഷണമേ കഴിക്കാൻ പാടുള്ളൂ, എല്ലാവരും ഒരേ രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം എന്ന വാശിയൊന്നും പാടില്ല. അതൊക്കെ യാത്രകളെ വല്ലാതെ അലങ്കോലമാക്കുന്ന ഒരു സുഖമില്ലാത്ത പരിപാടിയിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ്. അതിലപ്പുറം ആർക്കും എന്ത് ഭക്ഷണം കഴിക്കാം. ഭക്ഷണത്തിന്റെ കാര്യമല്ലേ, അത് ഒരു 50 രൂപ 100 രൂപ അങ്ങോട്ടോ ഇങ്ങോട്ടോ അധികമായി കൂടുതലായി അതിനൊന്നും കണക്കുകൾ സൂക്ഷിക്കാതെ നമ്മളെല്ലാവരും 4 ഫാമിലികൾ ഒന്നിച്ച് പോകുന്നു, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു, ഒരാൾ പേ ചെയ്യുന്നു. അപ്പോൾ ബഡ്ജറ്റ് നമുക്ക് വളരെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരാശയക്കുഴപ്പം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് 8ാമത്തെ കാര്യം. ഇനി 9ാമത് ശ്രദ്ധിക്കാനുള്ളത് വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ വാഹനം പെർഫെക്റ്റ് ആണോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം. എല്ലാ പേപ്പറുകളും ക്ലിയർ ആയിരിക്കണം. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന്, അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോവാണ്, അവിടെ എന്തെങ്കിലുമൊക്കെ വണ്ടിയുടെ പേപ്പറൊക്കെ ക്ലിയർ അല്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരുപക്ഷെ വണ്ടിയുടെ കാര്യമാണ്, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അപകടങ്ങളോ കാര്യങ്ങളൊക്കെ പറ്റി കഴിഞ്ഞാലൊക്കെ നമ്മളെ ഒരുപാട് അത് ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ബുക്കും പേപ്പറും ക്ലിയർ ആക്കുക. കൂടാതെ തന്നെ നമ്മൾ എവിടെയാണോ, ഇപ്പോ ചില ഏരിയകളിലൊക്കെ പോകുന്ന സമയത്ത് പെട്രോൾ പമ്പ് ഒന്നും കാണില്ല അല്ലെ. നമ്മള് ഒരു സ്ഥലം കാണാൻ പോകാന്ന് പറഞ്ഞാൽ നമ്മളെ വ്യൂ പോയിന്റ് എന്നൊക്കെ പറയുന്നത് ടൗണിൽ നിന്ന് ഒരുപാട് കിലോമീറ്റർ ദൂരെയായിരിക്കും. അപ്പൊ ഇത്രയും ദൂരം പോയിട്ട് തിരിച്ചു വരേണ്ടതുണ്ട് നമ്മള്. അപ്പൊ അത്രയും ഇന്ധനം, പെട്രോൾ, ഡീസലൊക്കെ നമ്മുടെ വണ്ടിയിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അത് അവസരം കിട്ടുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ധനം നമ്മുടെ വണ്ടിയിൽ നിറച്ചു വെക്കുക. അപ്പോഴാണ് നമുക്ക് ധൈര്യത്തോടെ പോകാൻ പറ്റുക. പാതി വഴിയിൽ വണ്ടി പെട്രോളൊക്കെ തീർന്നു പറഞ്ഞിട്ട് നിന്ന് കഴിഞ്ഞാൽ കാര്യങ്ങള് നമ്മൾ വിചാരിച്ചോളം നിൽക്കില്ല. ആ യാത്രകള് ആകെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് വാഹനം എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോവുക. പോകുന്ന സമയത്ത് തന്നെ വാഹനം പെർഫെക്റ്റ് ആണോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ടാവണം നമ്മൾ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കേണ്ടത്. അതാണ് 9ാമത്തെ കാര്യം. 10ാമത് പറയാനുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ യാത്രയ്ക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും നല്ല ഉറക്കത്തിലായിരിക്കും അല്ലെ. ഉറങ്ങാതെ ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അത് ഡ്രൈവറാണ്. പക്ഷെ ഡ്രൈവറെ നമ്മൾ ഒറ്റയ്ക്ക് വിടരുത്. 1-2 ആള് ഉറങ്ങാതെ അവരെ കൂടെ ഉണ്ടാവണം. കാരണം രാത്രിയിലാണ് പലപ്പോഴും നമ്മൾ തിരിച്ചു വരിക.
രാത്രി ഉറക്കമൊഴിച്ചിട്ടായിരിക്കും നമ്മൾ യാത്ര ചെയ്ത് തിരിച്ചു വരുന്നുണ്ടാവുക. ആ സമയത്ത് അവരോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുക. അതോടൊപ്പം ഓരോ 2 മണിക്കൂറിനിടയിലും വണ്ടി ഒന്ന് നിർത്തി മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആവുക. ഒരു നല്ല കട്ടൻ ചായയൊക്കെ കിട്ടുകയാണെങ്കിൽ വഴിയോരങ്ങളിൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. 24 മണിക്കൂറും ഉള്ള കടകൾ തീർച്ചയായിട്ടും ഹൈവേകളിൽ ഉണ്ടാകും. ആ സമയത്ത് നല്ലൊരു ചായയോ കട്ടൻ ചായയൊക്കെ കഴിച്ച് ഈ 2 മണിക്കൂറിനിടയിൽ നമ്മളെ ഒന്ന് റിഫ്രഷ് ചെയ്ത് ഉറങ്ങുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം യാത്ര ചെയ്യാൻ. ഇനി അഥവാ ഉറക്കം വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, റോഡ് സൈഡിൽ വണ്ടി ഒന്ന് ഒതുക്കി ഒരു 10 മിനിറ്റ് നല്ല രീതിയിൽ ഒന്ന് കിടന്നുറങ്ങിയാൽ നമ്മൾ വീണ്ടും ഒന്ന് റിഫ്രഷ് ആവും. അതും നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ ശ്രദ്ധ തീർച്ചയായിട്ടും ഉണ്ടാവണം. യാത്രയിൽ പലപ്പോഴും നമുക്കുണ്ടാവുന്ന ഒരു പ്രശ്നം, നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെട്ടു പോകാറുണ്ട് പല കാര്യങ്ങളിലും. അപ്പൊ അത് ഉണ്ടാവരുത്. തിരിച്ച് പോയതുപോലെ തന്നെ നമുക്ക് വളരെ സേഫായിട്ട് തിരിച്ചു വരേണ്ടതുണ്ട്. ഒരു ഡ്രൈവറെ നല്ല രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ആരാണോ ഡ്രൈവ് ചെയ്യുന്നത് അവരെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുക. ഉറക്കം വരാത്ത രീതിയിൽ അവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ പോലും, ഇനി അതല്ല പുറത്ത് നമ്മൾ ഒരു വണ്ടിയൊക്കെ എടുത്ത് മറ്റൊരാളാണ് ഡ്രൈവ് ചെയ്യുന്നതാണെങ്കിൽ പോലും, എങ്ങനെയാണെങ്കിൽ പോലും അതിനെ നമ്മൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. ആരെങ്കിലും ഒക്കെ ഉറങ്ങാതെ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ 10 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 10 കാര്യങ്ങൾ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അടുത്ത ട്രിപ്പിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടും. അത് ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വഴക്ക് പറയാം, തെറി പറയാം. എന്റെ എക്സ്പീരിയൻസിന്റെ പിൻബലത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എക്കാലവും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു 3-4 ദിവസം മുമ്പാണ് ഒരു യാത്ര കഴിഞ്ഞ് എത്തിയത്. നമ്മുടെ പാലക്കാട്, മലമ്പുഴ, കൊടൈക്കനാല്, അങ്ങനെ ഒരു 3-4 ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് 3-4 ദിവസം മുമ്പാണ് എത്തിയത്. നല്ല തിരക്കായിരുന്നു. പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ല. കാരണം നമ്മുടെ കുടുംബത്തിലുള്ള കുറെ ആളുകൾ, ഗൾഫിൽ നിന്നൊക്കെ വന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. വേറെ അവര് 3-4 ദിവസം കഴിഞ്ഞിട്ട് പോവാണ്. അപ്പൊ അതിനിടയിൽ യാത്ര ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചപ്പോ വേറെ വഴിയില്ലാത്തതുകൊണ്ട് പോയതാണ്. നോക്കുമ്പോൾ നല്ല തിരക്കാണ്. ആവശ്യത്തിലധികം ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ആവശ്യത്തിലധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ആ സ്പോട്ടിൽ എത്തിയിട്ട് നമ്മൾ മനോഹരമായിട്ട് അതൊക്കെ ആസ്വദിച്ചു. എന്നാലും നമ്മൾ വിചാരിച്ചത്ര സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല ഈ തിരക്കൽക്കിടയിൽ. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരു യാത്ര ഏറ്റവും മികച്ച രീതിയിൽ ആസ്വദിക്കപ്പെടുന്നത് മികച്ച തയ്യാറെടുപ്പുകളിലൂടെയാണ്. നല്ല തയ്യാറെടുപ്പുകൾ നടത്തി നല്ല രീതിയിൽ ഒരുപാട് യാത്രകൾ ചെയ്യുക. ജീവിതത്തിന്റെ ഭംഗിയും മനോഹാരിതയും അതാണ്. യാത്രകൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതം കുറെ കൂടി മനോഹരമാകുന്നുണ്ട്. കുറെ കൂടി അറിവുകളും കുറെ കൂടി വിശാലമായ മനസ്സുമൊക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.